സംരക്ഷിക്കും. മൂന്നാമതൊരു കാര്യം പറയാനുള്ളത്, ഇവിടുത്തെ BJP നേതാക്കന്മാരൊക്കെ എവിടെ പോയി? ഇന്നലെ ഒഡീഷയിൽ വീണ്ടും 2 മലയാളി വൈദികരെ, 2 കന്യാസികളെ വീണ്ടും ബജരംഗ് ദൾ പ്രവർത്തകർ ആക്രമിച്ചിരിക്കുക. അവരെ ക്രൂരമായി മർദ്ദിച്ചു. ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ, ഒരു ഗ്രാമത്തിൽ മതപരമായൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയവരെ ഗ്രാമവാസികളുടെ എതിർപ്പ് മറികടന്ന് അവിടെയുള്ള 70ഓളം വരുന്ന ബജരംഗ് ദൾ പ്രവർത്തകർ ആക്രമിച്ചു. 3 മണിക്കൂർ നേരം തടഞ്ഞു വെച്ചു. പോലീസ് കേസെടുത്തിട്ടില്ല. അവരുടെ മുമ്പിൽ വഴികാട്ടിയായി വന്ന ബൈക്കിൻ്റെ പെട്രോൾ മുഴുവൻ ഊറ്റിക്കളഞ്ഞു. ഇവരുടെ ഫോൺ പിടിച്ചെടുത്തു. 2 കന്യാസ്മാരെയും 2 വൈദികരെയും, മലയാളികളായ വൈദികരെയും. അപ്പം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ 835ാമത്തെ സംഭവമാണ്. ഒരു വർഷത്തിനകം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്നത്. എവിടെ പോയി കേന്ദ്രമന്ത്രിമാർ കേരളത്തിലെ? എവിടെ പോയി രാജീവ് ചന്ദ്രശേഖർ? ഞങ്ങൾ പറഞ്ഞതല്ലേ സത്യം? എന്നിട്ട് ആട്ടിൻതോലിട്ട ചെന്നായികളെ പോലെ അരമനയിൽ പോയി കേക്ക് കൊടുക്കാൻ പോവുക. ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇത് സംഘപരിവാർ അജണ്ടയാണ്, BJP അജണ്ടയാണ്. ഇതൊരു ഹിറ്റ്ലർ രീതിയാണ്, ഒരു സിയോണിസ്റ്റ് രീതിയാണ്. ഒരു പൊതുശത്രുവിനെ ഉണ്ടാക്കിയ പൊതുശത്രുവിനെ വേട്ടയാടുക എന്ന ജർമ്മനിയിൽ നടന്നതുപോലെ ഇന്ന് രാജ്യത്ത് ക്രൈസ്തവർ വേട്ടയാടപ്പെടുകയാണ്. അതിശക്തമായ പ്രതിഷേധം രാജ്യം മുഴുവൻ ഉയരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ അവരുടെ കൂടെ അവർക്ക് സംരക്ഷണവുമായി നിൽക്കും. അതാണ് BJPയുടെ പൊള്ളത്തരമാണ് ഇപ്പോൾ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത്. ഉറപ്പായിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കും. അതിനെക്കുറിച്ച് പഠിച്ചതിനെക്കുറിച്ച് ആലോചിക്കും. അപ്പോൾ ഇവരെന്ത് അന്വേഷണം നടത്തിയത്? അയാളെ മോഷണ കുറ്റത്തിൽ പ്രതിയാക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് ആദ്യം നടത്തിയത്. അപ്പോൾ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു അപ്പോഴും ഇല്ലേ, ഒരു സ്ഥലത്തും പോയിട്ടില്ല, എല്ലാം ഇവിടെയുണ്ട്. 1 രൂപ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരാളെക്കുറിച്ച്, രോഗികൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത, എന്ത് വേണമെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളെക്കുറിച്ച്, രോഗികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളെക്കുറിച്ച്, ഒരു ബൈക്കിൽ മെഡിക്കൽ കോളേജിൽ എത്തുന്ന ഒരാളെക്കുറിച്ച് ആണ് മോഷണക്കുറ്റത്തിൽ പ്രതിയാക്കി വേട്ടയാടാൻ ശ്രമിച്ചത്. കഫീൽ ഖാനെ BJP സർക്കാർ വേട്ടയാടിയതിനേക്കാൾ ക്രൂരമായിട്ടാണ് പിണറായി സർക്കാർ, എന്തായിരുന്നു ബഹളം കഫീൽ ഖാനെ വേട്ടയാടിയപ്പോൾ? അതിനേക്കാൾ ക്രൂരമായിട്ടാണ് ഡോക്ടർ ഹാരിസിനെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ വേട്ടയാടുന്നത്, ഗൂഢാലോചന നടത്തി വേട്ടയാടുക. മുഖ്യമന്ത്രി പിണറായി വിജയനോട് എൻ്റെ അഭ്യർത്ഥന, ആരോഗ്യ മന്ത്രിയോട് ഈ ഹീനമായ നീക്കത്തിൽ നിന്നും പിന്മാറണം എന്നങ്ങ് ആവശ്യപ്പെടണം. സംസ്ഥാനത്തുടനീളം വ്യാപകമായ വന്യജീവി ആക്രമണമാണ്. ഒരു നടപടിയും ചെറുവിരൽ അനക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മലയോര സമരയാത്ര നടത്തിയത്. മലയോരത്ത് ജീവിക്കുന്ന ജനങ്ങളെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന സർക്കാരാണ്. ഒന്നും ചെയ്യില്ല. ആ വനം വകുപ്പ് മന്ത്രി ഒരു കാര്യവും ചെയ്യില്ല, ചെറുവിരൽ അനക്കില്ല. മരിച്ചെങ്കിൽ ഉള്ള നഷ്ടപരിഹാരം കൊടുക്കുക. ഇതാണ് ലൈൻ. പ്രതിരോധിക്കാനുള്ള ഒരു മാർഗങ്ങളും അവലംബിക്കുന്നില്ല. ഒരു പ്രതിരോധ മാർഗം, അതായത് പരമ്പരാഗതമായ രീതിയിലുള്ള പ്രതിരോധവും ഇല്ല, മറ്റ് സംസ്ഥാനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ആധുനികമായ സങ്കേതങ്ങളുമില്ല. കേരളത്തിലെ വന്യജീവി സംഘർഷം, വന്യജീവി ആക്രമണം എങ്ങനെ നേരിടാൻ പറ്റും എന്ന് കേരളത്തിലെ പ്രതിപക്ഷം UDF ഒരു വർക്ക്ഷോപ്പ് നടത്താൻ പോവുകയാണ്. ഞങ്ങൾ കാണിച്ചു തരാം എന്തെല്ലാം നടപടികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടെന്ന്. കേരളത്തിലെ വനം വകുപ്പും ഈ വനം മന്ത്രി ഇത് അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ നടത്താൻ പോവാണ്, വർക്ക്ഷോപ്പ് നടത്താൻ പോവാം. സംഘടനാപരമായിട്ടുള്ള കാര്യമാണ്, അതിനൊരു പ്രോസസ്സാണ്. അപ്പോൾ ഞാനും KPCC പ്രസിഡൻറ്റും കൂടി ഡൽഹിയിൽ പോയി, അവിടെ പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയാണ്. മുതിർന്ന നേതാക്കളാണ്, MP മാർ. അപ്പോൾ അവരോട് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. ഞങ്ങൾ 2 ദിവസം എടുത്ത് അവരുമായിട്ട് വിശദമായി സംസാരിച്ചു, അവരുടെ അഭിപ്രായങ്ങളൊക്കെ തേടി. ഇനിയിപ്പോൾ അത് ക്രോഡീകരിച്ച് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പരിഹരിക്കും. അതല്ല ഒരു സംഘടനാപരമായ കാര്യങ്ങളാണ്. ഞാനത് വെളിപ്പെടുത്തുന്നത് ശരിയല്ല, അതിനകത്ത് ഒരു അനൗചിത്യമുണ്ട്. നിങ്ങൾ KPCC പ്രസിഡന്റിനോട് ചോദിച്ചു.
ഡോക്ടർ ഹാരിസ് ഹസനെ സർക്കാർ വേട്ടയാടുകയാണ്. വലിയ ഗൂഢാലോചനയാണ് ഈ വിഷയത്തിൽ നടന്നിട്ടുള്ളത്. ഡോക്ടർ ഹാരിസ് ഹസന് പൂർണ്ണമായും പ്രതിപക്ഷം സംരക്ഷിക്കും എന്ന് പറയുകയാണ് പ്രതിപക്ഷ നേതാവ്. കഫീൽ ഖാനെ BJP വേട്ടയാടിയതുപോലെയാണ് ഡോക്ടർ ഹാരിസ് ഹസനെ സർക്കാർ വേട്ടയാടുന്നത് എന്ന് പറയുന്നു. അപ്പം മറ്റ് വിഷയങ്ങളിലും ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞ വോട്ട് മോഷണം, അതിൽ തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഇത്തരത്തിലേക്ക് നടന്നിട്ടുണ്ടോ, അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ എന്നതിലൊക്കെ നടപടികളിലേക്ക് പോകേണ്ടതുണ്ടോ എന്നത് ആലോചിക്കും എന്ന് പറയുകയാണ്. അപ്പം മറ്റ് വിഷയങ്ങളിൽ കൂടി അദ്ദേഹം DCC പുനഃസംഘടന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്.